അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, ഇപ്പോൾ പല ആരോപണങ്ങൾ ഇന്ത്യ സഖ്യം ഉയർത്തിയിരിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ അഡ്വക്കേറ്റ് ആർ വി രാജേഷ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അപ്പോൾ അദാനി സംഭൽ വിഷയങ്ങളായിരുന്നു ആദ്യം ചർച്ചയെങ്കിൽ പിന്നീട് പ്രതിപക്ഷ പ്രതിഷേധത്തിന് കാരണമായി മാറിയത് സോറസ് കോൺഗ്രസ് ബന്ധം തന്നെയായിരുന്നു. ആ ബന്ധം ഉയർത്തിയപ്പോൾ ശക്തമായ വാദപ്രതിവാദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായി. പിന്നീട് അങ്ങോട്ട് തുടർച്ചയായി തന്നെ സഭ തടസ്സപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഏവരും കണ്ടത്. അപ്പോൾ എന്താണ് ശരിക്കും ഇതിൻ്റെ വസ്തുത? ശ്രീ ആദിത്യൻ, നമ്മുടെ പാർലമെന്റ് ആരംഭിച്ച ദിവസം മുതൽ ആ പാർലമെന്റ് ഏത് തരത്തിലും തടസ്സപ്പെടുത്തണം, പാർലമെന്റ് നടപടികളൊന്നും നടക്കാൻ പാടില്ല, ഏത് തരത്തിലും ഭരണപക്ഷം കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഗവൺമെന്റ് കൊണ്ടുവരുന്ന എല്ലാ നടപടികളെയും നടുത്തളത്തിലിറങ്ങിയാണെങ്കിലും പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ടാണെങ്കിലും അതിനെയെല്ലാം തകർത്ത് ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്താനോ അതല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഭരണത്തെ പാർലമെന്റിന്റെ നടപടികളെ ഒരു സുതാര്യമായ രീതിയിൽ കൊണ്ടുപോകുന്നതിനോ യാതൊരു തരത്തിലുള്ള അവരുടേതായിട്ടുള്ള ഏതെങ്കിലും ഒരു പങ്ക് വഹിക്കേണ്ടതില്ല. പ്രത്യേകിച്ച് പാർലമെന്റിനകത്ത് അവർ ഉണ്ടാക്കാൻ പോകുന്ന കഴിഞ്ഞ കുറെ കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് എല്ലാവർക്കും നല്ല ധാരണയുള്ളതാണ് രാജ്യത്ത്. പക്ഷെ അതിനോടൊരു നിഷേധാത്മക നിലപാട് സ്വീകരിക്കാമോ? അത് ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ? അപ്പൊ സ്വാഭാവികമായും പാർലമെന്റിൽ ഈ പാർലമെന്റ് സമ്മേളനത്തിൽ മാത്രമല്ല കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിലും എല്ലാം നിരന്തരമായി സ്വീകരിക്കുന്ന നിലപാട് എന്താണ്? കോൺഗ്രസ് അല്ലാതെ രാജ്യത്ത് മറ്റാരും ഭരിക്കാൻ പാടില്ല. ഇവർ ധരിച്ചു വച്ചിരിക്കുന്നത് അടിയന്തരാവസ്ഥയുടെ കാലഘട്ടം പോലെ തന്നെയാണ് ഇപ്പോഴും. കോൺഗ്രസ് മാത്രം ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുള്ളൂ. അവരങ്ങനെ ധരിച്ചിരിക്കുകയാണ്. ഇന്ദിരാഗാന്ധിയുടെ ഭരണം അവസാനിച്ചിട്ടില്ല എന്നാണ് ഈ പല കോൺഗ്രസ്സുകാരുടെ ഇപ്പോഴത്തെയും ധാരണ. അവർ ആ ധാരണയിൽ നിന്നാണ് ഇപ്പോഴും പാർലമെന്റിനകത്ത് പ്രവർത്തിക്കാനും പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി പാർലമെന്റിലെ നടപടികളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം അക്രമമുണ്ടായി എന്നെല്ലാം പറഞ്ഞു. BJPയുടെ ശ്രീ പ്രതാപ് ചന്ദ്ര സാരംഗിയും മുകേഷ് രജപുത്തും അടക്കമുള്ള ആളുകൾ, അതുപോലെ തന്നെ നാഗാലാൻഡിൽ നിന്നുള്ള BJPയുടെ വനിതാ MP, അങ്ങനെയുള്ള ആളുകൾ അടക്കമുള്ള ആളുകൾ ആക്രമിക്കപ്പെട്ട സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം പാർലമെന്റിന്റെ പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അംബേദ്കറെ കുറിച്ച് വാചാലമായി പറയുകയാണല്ലോ കോൺഗ്രസ്സുകാർ. പ്രത്യേകിച്ച് പിന്നോക്ക വിഭാഗങ്ങളും മതസ്ഥിത വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് അവരുടെ എല്ലാം ഒരു സംരക്ഷകരായി മാറാനുള്ള ശ്രമമാണ്. ഈ നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ ശ്രീ അംബേദ്കർ അടക്കമുള്ള ആളുകൾ പാർലമെന്റ് നടപടികളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും ഇനി ഭരണഘടനാ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും അവർ എടുത്തിട്ടുള്ള ശ്ലാഘനീയമായിട്ടുള്ള നടപടികളെ എങ്ങനെയാണ് നെഹ്റു നോക്കിക്കണ്ടിരുന്നത്, എങ്ങനെയാണ് കോൺഗ്രസ് നോക്കിക്കണ്ടിരുന്നത്? ഈ നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ എപ്പോഴെങ്കിലും കോൺഗ്രസ് അംബേദ്കറെ അംഗീകരിച്ചെന്ന സാഹചര്യം ഉണ്ടായിരുന്നു? അതിന് ഏറ്റവും നല്ല ഉദാഹരണം ആദ്യത്തെ പാർലമെന്റിന്റെ പൊതു തെരഞ്ഞെടുപ്പിൽ മുംബൈ നോർത്ത് സെൻട്രൽ മണ്ഡലത്തിൽ നിന്ന് ആണ് അംബേദ്കർ മത്സരിക്കുന്നത്. അദ്ദേഹത്തിന് അന്ന് ലഭിച്ചത് 1,23,576 വോട്ടാണ്. ആരായിരുന്നു എതിർ സ്ഥാനാർത്ഥി? കോൺഗ്രസ്സുകാർ ഒന്ന് ആലോചിക്കണ്ടേ. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഗജറോൾക്കറാണ് അദ്ദേഹം കോൺഗ്രസ് സ്ഥാനാർത്ഥിയോടാണ് പരാജയപ്പെട്ടത്. 1,38,137 വോട്ടുകൾ നേടി കോൺഗ്രസ് സ്ഥാനാർത്ഥി അംബേദ്കറെ പരാജയപ്പെടുത്തി. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത്, ഭരണഘടന ഉണ്ടാക്കി എന്ന് പറഞ്ഞ് 2-3 വർഷക്കാലത്തിനിടയിൽ നടന്ന ഭരണഘടനാ ശില്പി എന്ന് ഇപ്പോൾ കോൺഗ്രസ്സുകാർ BJPക്കെതിരായി ഉന്നയിച്ച് അവരെല്ലാം ഞങ്ങൾ അംബേദ്കറുടെ ആളുകളാണ് എന്ന് പറയാനുള്ള ശ്രമം നടത്തുമ്പോൾ അതിന്റെ പിന്നിൽ രാഷ്ട്രീയമാകാം. പക്ഷെ അതിനൊരു അധമ രാഷ്ട്രീയത്തിന്റെ സ്വഭാവത്തിലേക്ക് അത് പോകരുത്. അംബേദ്കർ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിത കാലഘട്ടങ്ങളിൽ, പ്രത്യേകിച്ച് ഭരണഘടനാ രൂപീകരണത്തിന് ശേഷമാണെങ്കിലും ആ രൂപീകരണ നയങ്ങൾ, അതിന്റെ ചർച്ചകൾ, ഡിബേറ്റുകൾ ഒക്കെ നടക്കുന്ന കാലഘട്ടത്തിലാണെങ്കിലും ഈ നെഹ്റു അടക്കമുള്ള ആളുകളും കോൺഗ്രസ് നേതാക്കന്മാരും അംബേദ്കറോട് സ്വീകരിച്ചിരുന്ന നിലപാട് എന്തായിരുന്നു? അത് ചരിത്രമല്ലേ? അത് പബ്ലിക് ഡൊമൈനിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ? നെഹ്റുവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസത്തെ സംബന്ധിച്ചാണെങ്കിലും അദ്ദേഹം അംബേദ്കറോട് കാണിച്ചിരുന്ന നിലപാടുകളെ സംബന്ധിച്ചാണെങ്കിലും ഒക്കെ. അപ്പൊ കോൺഗ്രസ്സുകാർക്ക് ആകാം, അതിനൊരു പരിധിയുണ്ട് എന്ന് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്, അവരിപ്പോഴും അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല. അടിയന്തരാവസ്ഥയിൽ എന്തായിരുന്നു? പാർലമെന്റില്ല, കോടതികളില്ല, ജനാധിപത്യ സംവിധാനങ്ങളില്ല, പത്രമാധ്യമങ്ങളില്ല, പത്രമാധ്യമങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ പ്രവർത്തിക്കാൻ കഴിയില്ല, എല്ലാത്തിനും നിരോധനമാണ്. ആ നിരോധനത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ആ ഇരുമ്പ് മറ തീർത്തുകൊണ്ട് ഞങ്ങളുടെ ഭരണം ഞങ്ങൾ തീരുമാനിക്കും, ഇന്ദിരയാണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കാലഘട്ടം.
ആ കാലഘട്ടത്തിൽ നിന്ന് രാജ്യം എത്രയോ മുന്നോട്ട് പോയി, ജനാധിപത്യം എത്രയോ സംരക്ഷിക്കപ്പെട്ടു. കോൺഗ്രസ്സുകാർക്കും ബി ജെ പിക്കാർക്കും സി പി എമ്മുകാർക്കും സി പി ഐക്കാർക്കും രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടായത്, ഈ അടിയന്തരാവസ്ഥയെ തൂത്തെറിഞ്ഞത് എല്ലാവരും ചേർന്നുകൊണ്ടുള്ള ജനാധിപത്യ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ ആ നിലക്ക് കോൺഗ്രസ്സുകാർ ഇന്നും മുക്തരായിട്ടില്ല എന്നുള്ളതാണ്. കോൺഗ്രസ് വക്താക്കളെല്ലാം 1975, 76, 77 കാലഘട്ടങ്ങളിൽ അവർ നിൽക്കുകയാണ്. അവർ മുക്തരാകണമെങ്കിൽ കുറച്ചുകൂടി കാലമെടുക്കും. അവരുടെ ഭരണകാലഘട്ടങ്ങളിൽ, പ്രത്യേകിച്ച് പാർലമെന്റിനകത്ത്, ഈ കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ പാർലമെന്റിനകത്ത് പ്രതിപക്ഷ കക്ഷികളോട് എങ്ങനെയാണ് നിലപാടുകൾ സ്വീകരിച്ചിരുന്നത്? നിരന്തരമായി കോൺഗ്രസ്സുകാർ പറയുന്ന കാര്യമുണ്ടല്ലോ, ഞങ്ങൾക്ക് പ്രതിപക്ഷ സ്ഥാനം കിട്ടിയില്ല. എങ്ങനെ കിട്ടും? എങ്ങനെ കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാകും? ഈ രാജ്യത്തെ ജനങ്ങൾ നിങ്ങൾ നടത്തുന്ന എല്ലാ ജനാധിപത്യ പ്രക്രിയകളെയും തകിടം മറിച്ചുകൊണ്ട് നടത്തിയ ഭരണത്തെ കണ്ടുകൊണ്ടിരിക്കുന്നവരല്ലേ, അഴിമതികളെ കണ്ടുകൊണ്ടിരിക്കുന്നവരല്ലേ. അപ്പൊ ജനങ്ങൾ നിങ്ങളെ നിഷ്കാസനം ചെയ്യുന്നു. അതിനാരെ പറഞ്ഞിട്ട് എന്താ കാര്യം? അതിന്റെ പേരിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുക. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, എന്താണ് അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിന്റെ രീതി? എന്താണ് അദ്ദേഹം കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ടുള്ള പാർലമെന്റ് നടപടികളിൽ അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാട്? ഏത് വിഷയമാണ് ഈ രാജ്യത്തിന്റെ പൊതു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ അന്താരാഷ്ട്ര വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ക്രിയാത്മകമായിട്ടുള്ള ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന ഏത് വിഷയമാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ പാർലമെന്റിനകത്തോ പാർലമെന്റിന് പുറത്തോ ഉന്നയിച്ചിട്ടുള്ളത്? അവർക്കാകെ ഉന്നയിക്കാനുള്ളത് അദാനി വിഷയമാണ്. ഈ അദാനി വിഷയത്തിനെ സംബന്ധിച്ച് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരോടൊന്ന് ചോദിച്ചാൽ അവർ അഭിപ്രായം പറയുമല്ലോ. അവരുടെ അസംബ്ലികളിൽ എന്താണ് അവർ സ്വീകരിക്കുന്ന നിലപാട്? അവരുടെ മന്ത്രിസഭകൾ എന്താ തീരുമാനിക്കുന്നത്? അദാനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും വലിയ വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന കോൺഗ്രസ്സുകാർ രാജസ്ഥാനിൽ ഗെഹ്ലോട്ട് ഭരിച്ച സമയത്ത് എന്തായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് എന്നുള്ളത് ആലോചിക്കണ്ടേ? ഇപ്പൊ കർണാടകത്തിൽ എന്താണ് അദ്ദേഹത്തോടുള്ള നിലപാട്? ഇനി ഇടതുപക്ഷത്തെ സംബന്ധിച്ച് കേരളത്തിലെ തുറമുഖ വികസനം അടക്കമുള്ള നിലപാടുകൾ എന്താണ് അദാനിയോടുള്ള നിലപാട്? അപ്പൊ ഒരു രാഷ്ട്രീയ കക്ഷിയെ സംബന്ധിച്ചും ഏതെങ്കിലും ഒരു വ്യവസായിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വരുന്ന ഏതെങ്കിലും വിഷയങ്ങളിലോ തർക്കങ്ങളിലോ, അതൊന്നും പാർലമെന്റിന്റെ വിഷയമല്ലെന്നേ. ഈ രാജ്യത്തിന്റെ ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടോ രാജ്യത്തിന്റെ പൊതുഖജനാവുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ഉയർന്നു വരുന്ന ഒരു വിഷയവുമല്ല. അപ്പൊ പാർലമെന്റിനകത്ത് ചർച്ച ചെയ്യേണ്ട എന്ന അഭിപ്രായം എനിക്കില്ല. ചർച്ച ചെയ്യാം, ആവശ്യമെങ്കിൽ ചർച്ച ചെയ്യാം. പക്ഷെ അതിൽ പാർലമെന്റിന്റെ റൂൾസ് ഉണ്ട്. 56-ലാണെങ്കിലും 57-ലാണെങ്കിലും ഒക്കെ വരുന്ന നടപടിക്രമങ്ങളുടെ ഭാഗമുണ്ട്. അടിയന്തര പ്രമേയത്തിന്റെ സാഹചര്യമുണ്ട്. ആ സാഹചര്യം അനുസരിച്ച് കഴിയുമെന്നുണ്ടെങ്കിൽ, സ്പീക്കർ അനുവദിക്കുമെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ അടിയന്തര പ്രമേയത്തിന്റെ സ്വഭാവത്തിൽ അത് പരിഗണിക്കപ്പെടേണ്ട വിഷയമാണെങ്കിൽ അത് ചർച്ച ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ എന്തുകൊണ്ട് സ്പീക്കർമാർ അത് തള്ളിക്കളഞ്ഞു? അത് അടിയന്തര സ്വഭാവത്തിൽ പരിഗണിക്കപ്പെടേണ്ട ഒരു വിഷയമല്ല, സബ്ജുഡൈസ് ആയിട്ട് നിൽക്കുന്ന ഒരു വിഷയമാണ്. മറ്റൊരു രാജ്യത്തിന്റെ നീതിന്യായ സംവിധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്നിട്ടുള്ള ചില വിഷയങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ അത് നമ്മുടെ പാർലമെന്റിൽ ഇപ്പോൾ ഉന്നയിക്കേണ്ടതാണോ, ചർച്ച ചെയ്യപ്പെടേണ്ടതാണോ? അതൊക്കെ രണ്ടാമത്തെ കാര്യം. ചർച്ച ചെയ്യുന്നതിൽ തെറ്റില്ല, രാഷ്ട്രീയമാണ്. അവർക്ക് അകത്തുന്നയിക്കാം, പുറത്തുന്നയിക്കാം. പക്ഷെ അതിന് ഈ പണം വാങ്ങി, ശമ്പളം വാങ്ങി, സൗകര്യങ്ങൾ പറ്റി, അവിടുത്തെ എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ച് ചെന്നിരിക്കുന്ന പാർലമെന്റിൽ 5 മിനിറ്റ് കൊണ്ട് സഭ പിരിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടാക്കണോ? ചർച്ചകൾ ഒഴിവാക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണോ? ഈ സോറസിനെ കുറിച്ച്, അദാനിയെ കുറിച്ച് പറയുന്നവർ സോറസിനെ കുറിച്ചുള്ള വിഷയം വന്നപ്പോൾ എന്താ അവരുടെ നിലപാട്? അതിലൊന്നും പറയാനില്ലല്ലോ. അപ്പൊ തങ്ങൾ നിരന്തരമായി പാർലമെന്റിനകത്ത് എടുക്കുന്ന നിലപാടുകൾ കോൺഗ്രസ്സുകാർ ഒരു കാലഘട്ടത്തിൽ ഈ പാർലമെന്റ് സമ്മേളനത്തിലുണ്ടായി. കോൺഗ്രസ്സുകാരുടെ ടേബിളിൽ നിന്ന് പണം കണ്ടെത്തുന്ന സാഹചര്യം നിരന്തരമായി പാർലമെന്റിനകത്ത് നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ഇതേ സാഹചര്യം, പണം കൊണ്ടുവരുന്ന സാഹചര്യം. നേരത്തെ എം പിമാരെ വിലക്ക് വാങ്ങാൻ പാർലമെന്റിനകത്ത് പണം കൊണ്ടുവന്ന പാരമ്പര്യമുള്ളവരാണ്.